എക്സലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളി ഹൈക്കോടതി. വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശവും ഹൈക്കോടതി റദ്ദാക്കി. വിചാരണ കോടതി പരാമർശം അനാവശ്യമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരത്തിന് രൂപം മാറ്റാൻ ആശാ വർക്കർമാർ. സമരത്തിന്റെ 50-ാം ദിവസമായ തിങ്കളാഴ്ച പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. തിങ്കളാഴ്ച ആശാ വർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. സർക്കാർ പുലർത്തുന്നത് അങ്ങേയറ്റം ഖേദകരമായ നിലപാടാണെന്ന് ആശാ വർക്കേഴ്സ് സമരസമിതി നേതാവ് എസ് മിനി പറഞ്ഞു. CPIM നേതാവ് PK ശ്രീമതിയോടുള്ള ഖേദപ്രകടനം ഔദാര്യമാണെന്ന BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ വാദം പൊളിയുന്നു. കേസ് അവസാനിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഖേദം പ്രകടിപ്പിക്കാമെന്ന ഉറപ്പിന്മേലാണെന്ന് ഒത്തുതീർപ്പ് രേഖയിൽ വ്യക്തമാക്കുന്നു. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിൽ. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, സുരേഷ് ഗോപി എന്നിവരെ ദേവസ്വങ്ങൾ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചിട്ടും പ്രശ്നപരിഹാരമായില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് പ്രതികരിച്ചു. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുന്നതിനായി കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്നും G രാജേഷ് ആവശ്യപ്പെട്ടു. മെയ് 6-നാണ് ഇത്തവണ തൃശൂർ പൂരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുക്കാൻ കോൺഗ്രസ്. മുന്നൊരുക്കം ഏകോപിപ്പിക്കാനുള്ള ചുമതല രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാറിന് നൽകി. KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്നലെ നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് AP അനിൽകുമാറിന് ചുമതല നൽകാൻ തീരുമാനിച്ചത്. നിയമനം സ്ഥിരപ്പെടുത്താത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ അധ്യാപിക അലീന ബെന്നിക്ക് താൽക്കാലിക നിയമനം നൽകി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. 5 വർഷം അധ്യാപികയായി ജോലി ചെയ്തിട്ടും 1 രൂപ പോലും ശമ്പളം കിട്ടാത്തതിനെ തുടർന്നാണ് കോഴിക്കോട് കട്ടിപ്പാറയിലെ അലീന ബെന്നി ജീവനൊടുക്കിയത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 19-നാണ് അലീനയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജാതി അധിക്ഷേപം നടത്തിയതായി പരാതി. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ്, ഏരിയ വൈസ് പ്രസിഡന്റിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് പരാതി. ഏരിയ വൈസ് പ്രസിഡന്റ് രമ്യ ബാലൻ തിരുവല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് പരാതി നൽകി. കോൺഗ്രസിന്റെ രാജ്യസഭാ MP ഇമ്രാൻ പ്രതാപ് ഗട്ടിക്കെതിരെ ഗുജറാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കി സുപ്രീം കോടതി. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കവിത പങ്കുവച്ചതിലെടുത്ത കേസാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. നീതിന്യായത്തിൽ ഗുജറാത്ത് പോലീസിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായി. അരക്ഷിതരായ മനുഷ്യരുടെ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ അവരെ വിലയിരുത്തരുതെന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം. മ്യാൻമാറിലുണ്ടായ ഭൂചലനത്തിൽ 100 പേർ മരിച്ചതായി സ്ഥിരീകരണം. നിരവധി കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നു. മ്യാൻമാറിലെ 2ാമത്തെ വലിയ നഗരമായ മാണ്ടലെ തകർന്നടിഞ്ഞു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 6 പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സുപ്രധാന ദേശീയപാതകൾ പലതും മുറിഞ്ഞു മാറിയതായും റിപ്പോർട്ടുകളുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് മ്യാൻമാറിലുണ്ടായത്. അതേസമയം ഭൂചലനത്തിൽ ആശങ്കയുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി.